നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മോട് ദയ കാണിക്കുവാനും ജീവനുള്ളവരുടെ ദേശത്ത് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കഴിവും മേന്മയും നമ്മുടെ കൃപയും നമ്മൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്നോ വലിയവരാണെന്നോ പൂർണ്ണരാണെന്നോ ദൈവപ്രസാദം ലഭിച്ചവരാണെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇതൊന്നുമല്ലാത്തതിൻ്റെ പേരിലാണ് നമുക്ക് അല്പ ദിവസങ്ങൾ കൂടെ തന്നിരിക്കുന്നത്. ദൈവത്തോട് അടുക്കുവാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്നതായ നാളുകളൊക്കെയും ദൈവം ചെയ്യുന്ന കൃപകൾക്ക് നന്ദിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു എങ്കിലും ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോസേഫിൻ്റെ ചരിത്രം നന്നായി നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ധ്യാനിക്കാറുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ യോസേഫ് ഓർക്കുന്നതായ ഒരു ധ്യാനത്തിൻ്റെ വാക്കാണ്. തൻ്റെ സഹോദരന്മാരോട് അവരുടെ ആവലാതിക്ക് തക്കവണ്ണം അവരോട് കൊടുക്കുന്ന മറുപടിയാണ്. ഞങ്ങൾ ചെയ്ത ദോഷത്തിന് ഞങ്ങളോട് പകരം ചെയ്യല്ലേ എന്ന് അപേക്ഷിക്കുവാൻ ചിലരെ തിരഞ്ഞെടുത്ത സഹോദരന്മാർ ആളയച്ചു യോസേഫിൻ്റെ മുൻപിൽ. തൻ്റെ അവസാന സമയത്ത് താൻ ഈ ലോകത്തോട് യാത്ര പറയുവാനുള്ള നാളുകൾ അടുത്തിരിക്കെ എന്തെങ്കിലും അപ്പൻ്റെ അസാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും അതൊരു മുതലെടുപ്പായി യോസഫ് കരുതി സഹോദരന്മാരോട് പകരം വീട്ടുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ടായി. എന്നാൽ യോസേഫിന് ഒരു ദർശനമുണ്ടെന്നും ആ ദർശന നിമിത്തമാണ് യോസേഫ് ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നതെന്നും യോസേഫിനെ ദൈവം വളരെ വ്യക്തമായി മനസ്സിലാക്കിച്ചു. ഒരുപക്ഷെങ്കിൽ യോസേഫിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ സഹോദരന്മാരോട് പകരം ചെയ്യുവാൻ നമ്മൾ നോക്കും. അതിനു വേണ്ടതായ നടപടികളൊക്കെ നമ്മൾ എടുക്കും. 2 വാക്കെങ്കിലും നമ്മൾ പറയാതിരിക്കുകയില്ല. യോസേഫിനെ സംബന്ധിച്ചിടത്തോളം താൻ പറയുന്ന വാക്ക്, സഹോദരന്മാരെ, നിങ്ങൾ എന്നെ നേരെ ദോഷം വിചാരിച്ചു, പക്ഷേ ദൈവം ആ ദോഷത്തെ ഗുണമാക്കി തീർത്തു. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ മാത്രമല്ല, നിങ്ങളെ ഒരു ക്ഷാമകാലത്ത് നിങ്ങളെ ക്ഷേമമായി പോറ്റുവാൻ വേണ്ടി മാത്രമല്ല ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ബഹുജനത്തിൻ്റെ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നിൽ തന്നതായ ദർശനങ്ങളുടെ അതിൻ്റെ സാഫല്യത്തിന് വേണ്ടി, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ദൈവം എന്നെ നടത്തിക്കൊണ്ടുവന്നു. അതൊരു വലിയ ദർശനമാണ്. പക്ഷേ യോസേഫ് ഒരു കാര്യം ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പിതാവിനും എൻ്റെ സഹോദരന്മാർക്കും വേണ്ടി മാത്രമല്ല ദൈവം എന്നെ ഈ മിസ്രയീമിലേക്ക് കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാരാഗ്രഹത്തിൽ അയക്കുകയും എൻ്റെ കൈകാലുകളെ ബന്ധിക്കുകയും എന്നെ ഇത്രമാത്രം കണ്ണുനീര് കുടിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാക്കിയതുമെല്ലാം എനിക്ക് വലിയൊരു ട്രെയിനിങ്, ഒരു അഭ്യസനം ദൈവം തരികയായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തെ പോലെ, എൻ്റെ സഹോദരങ്ങളെ പോലെ, എൻ്റെ പിതാവിനെ പോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാധാന്യമുള്ള ചില ജീവിതങ്ങളെ മിസ്രയീമിൻ്റെ ഭാഗത്തും ദൈവം കണ്ടു. അവരെയും ജീവനോടെ രക്ഷിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. ദൈവം സകല മനുഷ്യർക്കും, ഭൂതലത്തിലെ സകല മനുഷ്യർക്കും അവരുടെ ജീവരക്ഷയ്ക്കായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്ന് യോസേഫ് മനസ്സിലാക്കി. ഈ ദർശനമാണ് ഒരു മനുഷ്യനെ വലിയവനാക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുവാൻ യോഗ്യരാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ദർശനമാണ്. നമ്മൾ കേവലം പ്രാർത്ഥിക്കുമ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടിയാൽ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ, വീട്ടുപ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മോട് അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ യോസേഫിനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്തതായ ഒരു ദർശനം എന്ന് പറയുന്നത് ബഹുജനത്തിന് രക്ഷയ്ക്കായിട്ടാകുന്നു
എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ കഷ്ടങ്ങളൊക്കെയും എനിക്ക് സന്തോഷമാക്കി തന്നത്, എൻ്റെ സഹോദരന്മാർ ചെയ്തതായ അന്യായങ്ങളൊക്കെയും അത് ദോഷമായിരുന്നു. എന്നാൽ ഞാൻ അതിന് പകർന്നു വിട്ടുവാൻ ബാധ്യസ്ഥനല്ല. കാരണം ദൈവം എന്നെ വിളിച്ച വിളി വളരെ വ്യത്യസ്തമാണ്. ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് ദൈവം എന്നെ കൊണ്ടുവന്നത്. ആ കൂട്ടത്തിൽ എൻ്റെ സഹോദരന്മാരും പിതാവും ഉൾപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ശ്രദ്ധയോ ബഹുജനത്തിൻ്റെ രക്ഷ, ബഹുജനത്തിൻ്റെ വീണ്ടെടുപ്പ്, ബഹുജനങ്ങളെ ജീവനോടെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കുന്നതായ ചില പദ്ധതികൾ. നോക്കൂ, വിശ്വാസ ജീവിതം വളരെയധികം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുവാനുള്ള നാളുകളാണ് നമ്മുടെ മുൻപിൽ അവശേഷിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ കൊണ്ടുവന്നത് ഒരു വിശ്വാസ ത്യാഗം സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ നാളുകളിൽ നമ്മുടെ മുൻപിലുള്ളതായ പല ദിവസങ്ങളും സാഹചര്യങ്ങളും ചലഞ്ചിങ് ഡേയ്സ് ആണ്. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുമോ? വിശ്വാസ ത്യാഗം നമ്മളിൽ സംഭവിക്കുമോ? കർത്താവിനെ തള്ളിപ്പറയേണ്ടി വരുമോ? കർത്താവിനെ ആരാധിക്കുവാനുള്ളതായ വളരെ ദുർഘടമായ സമയങ്ങളാണ് നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യോസേഫിന് ഈ ജ്ഞാനങ്ങളൊക്കെ കിട്ടിയത് വലിയൊരു പുസ്തകം വായിച്ചിട്ടൊന്നുമല്ല, ന്യായപ്രമാണമൊന്നും വായിച്ചിട്ടല്ല. അന്ന് ന്യായപ്രമാണമില്ലായിരുന്നു. തൻ്റെ ഹൃദയത്തിൽ ദൈവം ചില ദർശനങ്ങൾ കൊടുത്തു. ദൈവത്തോട് സംസാരിക്കുന്നതായ ചില സ്വഭാവങ്ങൾ യോസേഫിന് കൊടുത്തു. യോസേഫിൻ്റെ കയ്യിൽ ഒരുപാട് ദർശനങ്ങളുണ്ട്. ദൈവം അവനെ ഒരുപാട് ദർശനം കാണിച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു പക്ഷേ യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കും, കർത്താവ്, ഈ കാണിച്ചത് എന്താ? ഞാനിത് പുറത്ത് പറഞ്ഞാൽ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് എനിക്കിങ്ങനെ കഷ്ടങ്ങൾ വരുന്നല്ലോ, ത്യാഗങ്ങൾ വരുന്നു. എൻ്റെ സ്വന്തം സഹോദരന്മാർ തന്നെ എന്നെ മിസ്രയീമ്യർക്ക് വിറ്റുകളഞ്ഞു. ഇങ്ങനെ ഞാൻ അന്യദേശത്തായിരിക്കുന്നു. ഇവിടെ വന്നിട്ടും അസ്വസ്ഥതയും കഷ്ടതയും എന്നെ കൈവിട്ടില്ല. അതെൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ്. എങ്കിലും നീ എന്നെ ജീവനുള്ളവനാക്കി വയ്ക്കുന്നു. മരിക്കേണ്ടതായ അനേക സന്ദർഭങ്ങൾ എൻ്റെ മുൻപിൽ വന്നു. പൊട്ടക്കിണറ്റിൽ സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിനുശേഷം എന്നെ കച്ചവടം ചെയ്തവർ അനേക കഷ്ടത്തിൽ കൂടെ എന്നെ വഴി നടത്തി. എന്നാൽ ഞാൻ വന്നെത്തിയ ജോലി സ്ഥലത്തും കഷ്ടതയും അപവാദവും എന്നെ വിട്ടുമാറിയില്ല. അതെൻ്റെ കൂടെ സന്തത സഹചാരിയായിരുന്നു. എന്നെ ശിക്ഷിച്ച് ഞാൻ ഒരു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായി തീരാമായിരുന്നു. അനേകം പ്രാവശ്യം കാരാഗ്രഹത്തിൽ ഞാൻ രോഗിയായി തീർന്നെങ്കിലും അവിടെയൊക്കെയും സൗഖ്യവുമായി നീ വന്നു. എങ്കിലും ദർശനം നിർത്തിയില്ലല്ലോ. ഈ ദർശനം വീണ്ടും വീണ്ടും എന്നെ വല്ലാതെ എന്നെ കൊടിക്കുന്നല്ലോ. ഇങ്ങനെ യോസേഫ് ദൈവത്തോട് സംവാദം ചെയ്തിട്ടുണ്ടായിരിക്കണം. ദൈവം അവനോട് സംസാരിച്ചു, ഈ ദർശനങ്ങളൊക്കെയും ഞാൻ നിനക്ക് തരുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാകുന്നു ഞാനിതൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ യോസേഫിൻ്റെ സഹോദരന്മാരോട് നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ, സഹോദരന്മാർ അവനെ കൈവിട്ടിട്ടും ദൈവം അവനെ ഉയർത്തി എന്നുള്ളതായ ഒരു ചെറിയ വാചകത്തിൽ നമ്മൾ അത് കൊണ്ടുവന്നേക്കാം. നമ്മുടെ കഴിവിലും നമ്മുടെ ചിന്തയിലും കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ യോസേഫിൻ്റെ സഹോദരന്മാർ അവനെ ദുഷിച്ചു, അവനെ കഷ്ടപ്പെടുത്തി, അവർക്ക് ദോഷമായിട്ട്, അവൻ്റെ ജീവന് ഹാനികരമായിട്ട് പലത് ചെയ്തു. എങ്കിലും ദൈവം അവനെ രക്ഷിച്ചു, അവനെ മിസ്രൈമിലെ മന്ത്രിയാക്കി, അത്രത്തോളം ഉന്നത പദവി കൊടുത്തു എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം നമുക്കുള്ളത്. ഒരു പക്ഷെങ്കിൽ അവൻ്റെ സഹോദരന്മാർക്കുള്ളത്, അവൻ്റെ കുടുംബത്തിനുള്ളത്. എന്നാൽ ദൈവത്തിന് ആ കാഴ്ചപ്പാടല്ല. ദൈവം ദർശനത്തെ കാണുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെ, ദർശനത്തെ മനസ്സിൽ കരുതുവാൻ കഴിവുള്ള കൃപയുള്ള ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തി. അത് യോസേഫായിരുന്നു. യോസേഫ് ആ ദർശന നിമിത്തം ദൈവസന്നിധിയിൽ ജാഗരിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ദർശനത്തെ തള്ളിപ്പറയുവാൻ തനിക്ക് കഴിയാതെ വന്നു. ദൈവം അവനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും ദർശനങ്ങൾ കൊടുക്കുകയാണ്. അവൻ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ മുഴുവനും അവൻ്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ അവൻ്റെ തെറ്റുകൊണ്ടല്ല, അവൻ്റെ ദർശന നിമിത്തമുള്ളതായ കഷ്ടതയായിരുന്നു. അവൻ്റെ ദർശനത്തിന് മേൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവം ചില സമയങ്ങൾ നിശ്ചയിച്ചു. ആ സമയത്തിന് വേണ്ടിയുള്ളതായ ഒരു നെട്ടോട്ടം, അതിനുവേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വപരമായ ഒരു മുന്നേറ്റം യോസേഫിൻ്റെ ജീവിതത്തിൽ കൊടുത്തു. എത്ര കാരാഗ്രഹത്തിൽ എത്ര വർഷം കിടക്കേണ്ടി വന്നിരുന്നാലും ശരി,
അങ്ങ് ദൂരെ ബഹുജനത്തിന്റെ രക്ഷയ്ക്കായി തന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ദൈവം യോസേഫിനോട് സംസാരിക്കുകയുണ്ടായി. ആദ്യം യോസേഫിന് മനസ്സിലായില്ല. എന്നാൽ ഓരോ ദിവസവും ആ ഉയർച്ചയെ കാണുമ്പോൾ യോസേഫ് മനസ്സിലാക്കി ബഹുജനത്തിന്റെ രക്ഷ. ആ ബഹുജനത്തെ യോസേഫിന് ദൈവം കാണിച്ചു കൊടുത്തു. തൻ്റെ പ്രവൃത്തി കൊണ്ടും തൻ്റെ ജ്ഞാനം കൊണ്ടും തൻ്റെ ആ സ്വപ്നങ്ങളിന്മേലുള്ളതായ തർജ്ജമ കൊണ്ടും എല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് യോസേഫിന് മനസ്സിലാക്കി കൊടുത്തു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, ഉയർത്തുമ്പോൾ, നല്ലൊരു തസ്തികയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ എന്തെങ്കിലും സ്വന്തമായ ഗുണത്തിന് വേണ്ടിയായിരിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇല്ല, ദൈവത്തിന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായി ഉതകുന്ന പ്രവൃത്തികൾ നമ്മളിൽ കൂടെ ഉരുത്തിരിയണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മേലിൽ ദൈവം വച്ചിരിക്കുന്ന പ്രത്യാശ ഏതാണ്? ഒരുവനും അവൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന ഒരനുഭവമല്ല. അവൻ്റെ ജീവിതത്തിൽ ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായി അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ആ വലിയൊരു ബഹുത്വമാണ് ദൈവസന്നിധിയിൽ അവൻ ദൈവമനുഷ്യനെന്ന് പ്രദർശിപ്പിക്കുവാനും പ്രശംസിക്കുവാനും ദൈവം ഇടയാക്കുന്ന സംഗതി. നമ്മുടെ ജീവിതത്തിൽ നാം നമുക്ക് വേണ്ടി ജീവിച്ചാൽ എന്ത് ഫലം? അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രതിഫലം? ദൈവത്തിന് എന്ത് ലാഭമാണ് നമ്മെ കൊണ്ടുണ്ടാകുന്നത്? എന്നാൽ നമ്മുടെ ജീവിതം അത് ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഉതകുമെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്നു. ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞതായ ഒരു വാക്ക്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചത് ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ്. അങ്ങനെ നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ ദർശനവും നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതവും എല്ലാം ബഹുജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളതാകണം. ദൈവം നമ്മെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയൊരു വിഷയം, ഒരു വേല, ഒരു ശുശ്രൂഷ നമുക്ക് വേണ്ടിയുള്ളതല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ബഹുജനത്തിൻ്റെ രക്ഷ. ആ ബഹുജനത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബവും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിനക്ക് സകലതും കിട്ടും എന്ന് പറഞ്ഞാൽ നിനക്കുള്ളതും അതിലുണ്ട്, നീ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളണം. അതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഈ വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ ഒരു വാക്കുണ്ട്. ഈ വർഷത്തിൻ്റെ അവസാനം വരെയും ദൈവം നമ്മെ സൂക്ഷിച്ചത് നമ്മൾ കേമന്മാരായതുകൊണ്ടല്ല, ബുദ്ധിശാലികളായതുകൊണ്ടല്ല, അനേക അനർത്ഥങ്ങളിൽ നമ്മൾ തെറ്റി ഒഴിഞ്ഞു, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. അനേകം പ്രാവശ്യം അനേക നഷ്ടങ്ങളിൽ കൂപ്പുകുത്തി നമ്മുടെ ജീവനെ വെടിയുന്നതായ അനേക സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിൽ വന്നു. ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ചതായ അനേക സന്ദർഭങ്ങളുണ്ട്. എന്തിനു ജീവിക്കുന്നു എന്ന് നിരാശപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ ദൈവം കൃപ തന്നത് വരും നാളുകൾ, അടുത്ത ചില വർഷങ്ങൾ നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത് സുഗമമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി നമുക്ക് അഭിമാനിക്കുവാനുള്ള സമയങ്ങളായിരിക്കില്ല. പണമില്ലാഞ്ഞിട്ടല്ല, ഭവനമില്ലാഞ്ഞിട്ടല്ല, ആഹാരമില്ലാഞ്ഞിട്ടല്ല, ഇല്ലെങ്കിൽ ജോലിയില്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ നിന്റെ രക്ഷകന് വേണ്ടി നിലനിൽക്കുവാൻ വളരെയധികം ത്യാഗങ്ങൾ അനുഭവിക്കേണ്ട നാളുകൾ ഇതാ നമ്മെ കാത്തിരിക്കുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതൊക്കെ അത്രയുമൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നു. കഷ്ടതയുടെ നാളുകളിൽ, പരിശോധനയുടെ നാളുകളിൽ, ക്ഷാമത്തിൻ്റെ നാളുകളിൽ, യാതനയുടെ നാളുകളിൽ നീ ആർക്ക് വേണ്ടി നിലനിൽക്കും? നിന്റെ കുടുംബത്തിന് വേണ്ടിയോ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ? ആർക്ക് വേണ്ടിയാണ് നീ നിലനിൽക്കുന്നത്? ഇല്ല, ദൈവത്തിന് ആവശ്യം ബഹുജനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു ദർശനമുള്ള യോസേഫുമാർ. അത് നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ ഒരു യോസേഫാണെന്ന് നിനക്ക് സമ്മതിക്കാൻ കഴിയുമോ? നീ ആ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവനെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഉറപ്പിക്കാൻ കഴിയുമോ? എങ്കിൽ ദൈവം നിന്നോട് കൂടെ വരും. ദൈവത്തിന് നിന്നോട് പല കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. അത് മറ്റുള്ളവരെ കേൾക്കുകയല്ല. ഒരു പക്ഷെങ്കിൽ നിന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി, കഷ്ടതയുടെ നാളുകളിൽ കൂടെ കൊണ്ടുപോയി, പ്രയാസങ്ങളുടെ നാളുകളിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ പല പരിശോധനകളുടെ മധ്യത്തിൽ നിന്നെ നടത്തിയിട്ട് അവിടെ വെച്ച് നിന്നെ ഹൃദ്യമായി ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും, മറ്റാരും കേൾക്കാതെ. അവൾക്ക് ഞാൻ വളരെ പ്രത്യാശയുടെ താഴ്വരയെ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഏത് കഷ്ടതയെയും തരണം ചെയ്യുവാൻ
ദൈവം കൃപ തരും. യോസേഫിനെ ദൈവത്തിന് ആവശ്യം, ദർശനക്കാരനെ ദൈവത്തിന് ആവശ്യം. ആ ദർശനത്തിന്റെ യാഥാർത്ഥ്യം നടക്കുന്നതായ ഒരു ദിവസത്തെക്കുറിച്ച് ഒരു പ്രത്യാശയുള്ള ഒരു വ്യക്തിയായി നീ ദൈവസന്നിധിയിൽ കാണപ്പെടുമെങ്കിൽ ദൈവം നിന്നോട് കൂടിയിരിക്കും. ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ദൈവത്തിന് പല ദർശനങ്ങൾ നിന്നെ കാണിക്കുവാനുണ്ട്. അനേകം ദർശനങ്ങളുടെ നിവൃത്തികൾ നിന്നിൽ കൂടെ സാധ്യമാക്കി തീർക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. ദൈവ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിന്റെ നടത്തിപ്പുകൾക്ക് വേണ്ടി വരും കാലങ്ങളിൽ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കൃപയെ ധരിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.